അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ മനോഹര നാമങ്ങൾ ഒന്നായ അൽ ബാത്തിനു എന്ന ഇസ്മിനെ കുറിച്ചാണ്. അള്ളാഹുവിൻ്റെ 99 മനോഹര നാമങ്ങളിൽ ഒന്നാണ് അൽ ബാത്തിനു എന്ന ഇസ്മ. ഈ നാമം ഖുർആനിൽ സൂറത്തുൽ ഹദീദ് 3-ാം ആയത്തിൽ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. ഹുവൽ അവ്വലു വൽ ആഹിറു വൽ ളാഹിറു വൽ ബാത്തിനു വഹുവ ബികുല്ലി ഷൈഇൻ അലീം എന്ന്. ഇതിൻ്റെ അർത്ഥം അവനാണ് ആദിയും അന്ത്യവും, അവനാണ് അദൃശ്യനും അപ്രത്യക്ഷനും, അവൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നന്നായി അറിയുന്നവനാണ് എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. അൽ ബാത്തിനു എന്ന നാമത്തിൻ്റെ അർത്ഥം മനുഷ്യരുടെ കണ്ണുകൾക്ക് അദൃശ്യനായവൻ, എല്ലാ രഹസ്യങ്ങളും ഹൃദയങ്ങളും അവസ്ഥയും അറിയുന്നവൻ എന്നാണ്. നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും പറയാതെ മനസ്സിൽ ഒളിപ്പിക്കുന്ന പ്രാർത്ഥനകളും അള്ളാഹുവിന് വ്യക്തമായി അറിയാം. മനുഷ്യർ നമ്മെ മനസ്സിലാക്കാതിരിക്കാം. നമ്മുടെ വേദനകൾ ആരോടും പറയാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാം. എന്നാൽ അള്ളാഹുവിൽ നിന്ന് ഒന്നും മറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ നാമം വിശ്വാസിയുടെ ഹൃദയത്തിന് വലിയ ആശ്വാസമാകുന്നത്. ചില പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ഷെയ്ഖ് അബുൽ അബ്ബാസ് റഹ്മത്തുള്ളാഹി പറയപ്പെടുന്നു, ഗ്രന്ഥങ്ങളിൽ കാണാം, ഈ ഒരു ആയത്ത് അഥവാ ഹുവൽ അവ്വലു വൽ ആഹിറു വൽ ളാഹിറു വൽ ബാത്തിനു വഹുവ ബികുല്ലി ഷൈഇൻ അലീം എന്ന ആയത്ത് 2 റക്അത്ത് നിസ്കരിച്ച ശേഷം 145 തവണ ചൊല്ലിയാൽ എല്ലാ ആവശ്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും എന്നതാണ്. ഇത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ പൂർണ്ണമായ ആശ്രയം വയ്ക്കുകയും ഹലാലായ ആവശ്യങ്ങൾക്കായി ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും വേണം. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ ഹിക്മത്ത് അനുസരിച്ചാണ് നടക്കുന്നത്. അതിനാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഏറ്റവും ഉചിതമായ രീതിയിലും സമയത്തും അള്ളാഹു മറുപടി നൽകുമെന്ന് ഉറച്ച വിശ്വാസമുണ്ടായിരിക്കണം. അതോടൊപ്പം നിത്യജീവിതത്തിൽ 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക, ഹലാലായ ഉപജീവനം തേടുക തുടങ്ങിയ സൽക്കർമ്മങ്ങൾ തുടരണം. ദുആയും അമലുകളും ഒരുമിച്ചാണ് വിശ്വാസിയുടെ ജീവിതത്തിൽ മുന്നോട്ടു പോകേണ്ടത്. അള്ളാഹുവിൻ്റെ ഈ മഹത്തായ നാമം ധാരാളമായി സ്മരിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹുവിൻ്റെ സമർപ്പിക്കാം. അവൻ നമ്മുടെ അവസ്ഥകളെ ഏറ്റവും നന്നായി അറിയുന്നവനാണ്. അവൻ നമ്മെ ഒരിക്കലും കൈവിടില്ല. ഇൻഷാ അല്ലാഹ്, അള്ളാഹു നമ്മുടെ എല്ലാ ഹലാലായ ആവശ്യങ്ങളും നിറവേറ്റി തരുകയും ഈ ലോകത്തും പരലോകത്തും നന്മകൾ പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്, ദുആ വസിയത്തോടെ.